അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള 12 ഗ്രന്ഥാലയങ്ങൾക്കും 28 സർക്കാർ വിദ്യാലയങ്ങളിലെ ഗ്രന്ഥാലയങ്ങൾക്കും 10,000 രൂപ വീതം വരുന്ന പുസ്തകങ്ങൾ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം എഡിഷനോടനുബന്ധിച്ച് MLA-മാരുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും മണ്ഡലത്തിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകുന്നതിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ലൈബ്രറി കൌൺസിൽ അംഗീകാരമുള്ള 12 ഗ്രന്ഥാലയങ്ങൾക്കും 28 സർക്കാർ വിദ്യാലയങ്ങളിലെ ഗ്രന്ഥാലയങ്ങൾക്കും 10,000 രൂപ വീതം വരുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിൽ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മധുസൂദനൻ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടത്തുകയാണ് കഴിഞ്ഞ 2-3 വർഷം. ആദ്യഘട്ടത്തിൽ നമ്മളും അത് നമ്മുടെ ഏതാനും സ്ഥാപനങ്ങൾക്ക്, ലൈബ്രറികൾക്ക് ഉൾപ്പെടെ അത് കൊടുക്കാൻ ശ്രമം നടത്തി. അവർ തന്നെ പോയി വാങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അത് അനുവദിക്കാമെന്ന് തീരുമാനിച്ച ആളുകൾക്ക് പോലും പോയി വാങ്ങാൻ കഴിയില്ല. അന്താരാഷ്ട്ര പുസ്തകോത്സവം 1ാം എഡിഷന്റെ ഭാഗമായി 12 ഗ്രന്ഥാലയങ്ങൾക്ക് 20,000 രൂപ വീതം വില വരുന്ന പുസ്തകങ്ങളും 2ാം എഡിഷന്റെ ഭാഗമായി 27 ഗ്രന്ഥാലയങ്ങൾക്കും 13 സർക്കാർ വിദ്യാലയങ്ങൾക്കും 10,000 രൂപ വീതം വരുന്ന പുസ്തകങ്ങളും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.